നമ്മൾ നേരത്തെ നൽകിയ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. നേപ്പാളിൽ വിമാനം തകർന്നു വീണു. പോഖറ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. 13 മൃതദേഹങ്ങൾ ഇതിനോടകം കണ്ടെടുത്തു എന്നാണ് വിവരങ്ങൾ. റൺവേയിൽ നിന്ന് പറന്നുയർന്നതിനിടെ അപകടം ഉണ്ടാവുകയായിരുന്നു. കാഠ്മണ്ഡുവിൽ നിന്ന് പൊഖാറയിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അനുഷ വിവരങ്ങളുമായി ചേരുന്നു. അനുഷ, ഈ ഒരു അപകടത്തിന്റെ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് സ്ഥിരീകരണം. അതോടൊപ്പം ATR 72 എന്ന വിമാനമാണ്, ആഭ്യന്തര വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്ന സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. യതി എയർലൈൻസിന്റെ ATR 72 അപകടം നടന്ന് 45 മിനിറ്റായി. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നാട്ടുകാരടക്കം എത്തിയതായി ദൃശ്യങ്ങളിൽ നിന്നും കാണാം. അതോടൊപ്പം തന്നെ നിലവിൽ 18 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. വിമാനം പൂർണ്ണമായും കത്തിനശിച്ച നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. ഇനിയും മരണനിരക്ക് ഉയർന്നേക്കാം. അതോടൊപ്പം വിമാനത്തിൽ 72 യാത്രക്കാർ, 68 യാത്രക്കാരും 4 ജീവനക്കാരും അടക്കം 72 പേരുള്ളതായി സ്ഥിരീകരണം വന്നിട്ടുണ്ട്. മോശം കാലാവസ്ഥയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് നേപ്പാളിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇനി വിമാനത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണോ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നതിലും സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാൽ നേപ്പാളിലുള്ള മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നാണ് നേപ്പാളി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു ആഭ്യന്തര വിമാനമാണ്. യതി എയർലൈൻസിന്റെ ATR 72 എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പൂർണ്ണമായും കത്തിനശിച്ച നിലയിലായിരുന്നു. പൊഖാറ ഇന്റർനാഷണൽ എയർപോർട്ടിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പഴയ വിമാനത്താവളത്തിൻ്റെയും ഈ പുതിയ വിമാനത്താവളത്തിൻ്റെയും ഇടയിലായുള്ള റൺവേയിലാണ് അപകടമുണ്ടായത്. പൂർണ്ണമായും കത്തിനശിച്ച നിലയിൽ 18 മൃതദേഹങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തു കഴിഞ്ഞു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. എന്നാൽ ആരെയെങ്കിലും രക്ഷിച്ചിട്ടുണ്ടോ, ജീവനോടെ ആരെങ്കിലും ഉണ്ടോ എന്നതിലൊന്നും സ്ഥിരീകരണം വന്നിട്ടില്ല. ഫിജി കാണാൻ കഴിയുന്നുണ്ട്. കറുത്ത പുക ചുരുളുകൾക്കിടയിലാണ് ഇപ്പോൾ ആ വിമാനമുള്ളത്. ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്തായാലും അപകടത്തിന്റെ തീവ്രത വലുതാണ് എന്ന് തന്നെയാണ് അനുഷ നമുക്ക് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ വിമാനം കത്തിയമർന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ പുറത്തു വരുന്നുണ്ട്? ആരും രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് തുടങ്ങിയത്. കൂടുതൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആരെങ്കിലും നിലവിൽ രക്ഷിച്ചിട്ടുണ്ടോ, ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. നിലവിൽ 18 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത. നേപ്പാളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഇപ്പോൾ കനത്ത മൂടൽമഞ്ഞെല്ലാം ഉള്ള ഒരു സാഹചര്യമാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായത് എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത്. ഫിജി, എന്താണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി എന്തെങ്കിലും നേപ്പാൾ സർക്കാർ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടോ? അനുഷ, നേപ്പാൾ സർക്കാർ എന്തെങ്കിലും ഈ അപകടത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ടോ ഔദ്യോഗികമായി? ഫിജി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിശദീകരണമൊന്നും തന്നെ വന്നില്ല. കാരണം അപകടം നടന്ന് 45 മിനിറ്റ് പിന്നിട്ടതേയുള്ളൂ. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പൊഖാറ ഇന്റർനാഷണൽ എയർപോർട്ട് നേപ്പാളിലെ വളരെ പ്രശസ്തമായ ഒരു വിമാനത്താവളമാണ്. ഒരു ആഭ്യന്തര വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെങ്കിലും തദ്ദേശീയരാണ് കൂടുതലും ഈ വിമാനത്തിൽ ഉണ്ടായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ വിദേശികളോ മറ്റ് ഇന്ത്യക്കാരോ ഇതിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ ഉള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇതൊരു നേപ്പാളിനെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ നേപ്പാൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള, വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വിദേശികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ ഈ അപകടത്തിൽ എന്നതിനെ കുറിച്ചുള്ള വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഫിജി, നേപ്പാളിലാണ് വിമാനം തകർന്നു വീണ വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. പൊഖാറ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അപകടം. 13 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. റൺവേയിൽ നിന്ന് പറന്നുയരുന്നതിനിടെ അപകടം സംഭവിക്കുകയായിരുന്നു. കാഠ്മണ്ഡുവിൽ നിന്ന് പൊഖാറയിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിൽ ജീവനക്കാരും യാത്രക്കാരുമടക്കം 72 പേർ അപകടത്തിൽപ്പെട്ടു എന്നാണ് വിവരം. ആഭ്യന്തര സർവീസ് നടത്തുന്ന യതി എയർലൈൻസിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 45 മിനിറ്റ് മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. വിമാനം പറന്നുയർന്ന ഉടനെ അപകടത്തിൽപ്പെടുകയായിരുന്നു.
മോശം കാലാവസ്ഥയാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്ന വിവരം.